ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ 5th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. Rokia Sakhawat Hussain and her dreams about Ladyland. Rokia Sakhawat Hussain was born into a rich family who owned a lot of land. Though she knew how to read and write Urdu, she was stopped from learning Bangla and English. In those days, English was seen as a language that would expose girls to new ideas, which people thought were not correct for them. Therefore, it was mostly boys who were taught English. അപ്പോൾ നമ്മളിനി മറ്റൊരു സ്ത്രീയുടെ എക്സ്പീരിയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അവരുടെ പേര് റോക്കിയ സഖാവത്ത് ഹുസൈൻ എന്നാണ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് രസുന്ദരി ദേവി എന്ന് പറയുന്ന ഒരു ലേഡിയെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1800 to 1890 ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ വായിക്കാനോ എഴുതാനോ ഒന്നും ആരും പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ഇവർക്ക് എഡ്യൂക്കേഷൻ ഉറുദു ലാംഗ്വേജിലൊക്കെയുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഇംഗ്ലീഷിലോട്ടൊന്നും എഡ്യൂക്കേഷൻ കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഉറുദു എഴുതാനും വായിക്കാനും ഒക്കെ ഇവർക്ക് പഠിപ്പിക്കുമായിരുന്നു. കാരണം ഈ റോക്കിയ സഖാവത്ത് ഹുസൈൻ്റെ കാലം വന്നപ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് ഒരു 80 years കൂടെ കഴിഞ്ഞു. അതായത് ഇവരുടെ കാലഘട്ടം 1880 മുതൽ 1932 വരെയാണല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്കിന് അറ്റ്ലീസ്റ്റ് ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് എങ്കിലും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഇവരൊരു റിച്ച് ഫാമിലിയിലാണ് ജനിച്ചത്. അതായത് ഒരുപാട് ലാൻഡൊക്കെ സ്വന്തമായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് ജനിച്ചത്. ഇവർക്ക് ഉറുദു എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. പക്ഷേ ഇവർ ബംഗ്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജസ് ഒന്നും പഠിപ്പിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജസ്, അതായത് അങ്ങനത്തെ ലാംഗ്വേജ് ഈ ഗേൾസിനെ പുതിയ പുതിയ ഐഡിയാസിലോട്ട് എക്സ്പോസ് ചെയ്യുമെന്നാണ് അന്നത്തെ ആൾക്കാർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പുതിയ പുതിയ ഐഡിയാസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട എന്നാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ കരുതിയിരുന്നത്. പക്ഷേ ബോയ്സാണ് ആ കാലത്ത് ഈ ഇംഗ്ലീഷൊക്കെ പഠിച്ചത്. Rokia learned to read and write Bangla and English with the support of her elder brother and an elder sister. പക്ഷേ ഇവർ ബംഗ്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിരുന്നു. ഇവരുടെ എൽഡർ ബ്രദറിൻ്റെ എൽഡർ സിസ്റ്ററിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവർ അത് പഠിച്ചു. She went on to become a writer. She wrote a remarkable story titled Sultana's Dream in 1905 to practice her English skills when she was merely 25 years old. അപ്പോൾ ഇവർക്കൊരു റൈറ്റർ ആകാനായിരുന്നു ആഗ്രഹം. ഇവരുടെ ഒരു സ്റ്റോറി സുൽത്താനാസ് ഡ്രീം എന്ന് പറയുന്ന സ്റ്റോറി 1905 ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയത്. അവരുടെ ഇംഗ്ലീഷ് സ്കിൽസൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ആ ഒരു ടൈമിൽ ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെയൊരു സ്റ്റോറി എഴുതിയത്. ആ സമയത്ത് ഇവർക്ക് ജസ്റ്റ് 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ദി സ്റ്റോറി ഇമാജിൻഡ് എ വിമൻ കോൾഡ് സുൽത്താന ഹു റീച്ചസ് എ പ്ലേസ് കോൾഡ് ലേഡിലാൻഡ്. അപ്പോൾ ഇതിൽ അവരൊരു ഇമാജിനറി വുമൻ, സുൽത്താന എന്ന പേരുള്ളൊരു ഇമാജിനറി വുമൻ, അതാണ് ഇവരുടെ സ്റ്റോറിയുടെ ക്യാരക്ടർ. അവർ ലേഡി ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് ഈ കഥ. Lady Land is a place where women had the freedom to study, work and create inventions like controlling rain from the clouds and flying air cars. അപ്പോൾ ലേഡി ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡ് ആണ്. കാരണം ആ സ്ഥലത്ത് സ്ത്രീകൾക്ക് എന്തിനും ഫ്രീഡം ഉണ്ട്, പഠിക്കാനും ജോലി ചെയ്യാനും അതുപോലെ പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഇൻവെൻഷൻസ് ഒക്കെ നടത്താനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫ്രീഡം ഈ സ്ത്രീകൾക്ക് ആ സ്ഥലത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം അതും ഒരു ഇമാജിനറി വേൾഡാണ്. കാരണം ഇവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് നടന്നു കിട്ടാത്ത സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ഇമാജിനറി വേൾഡും ഇമാജിനറി ക്യാരക്ടറും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. In this lady land, the men had been sent into seculation, their aggressive guns and other weapons of war defeated by the brain power of women. As Sultana travels in Lady Land with sister Sarah, she awakes to realize that she was only dreaming. അതുപോലെ തന്നെ അവർ ഇമാജിൻ ചെയ്യുകയാണ് ഈ പുരുഷന്മാരുടെ അഗ്രസീവായിട്ടുള്ള ആ ഒരു ബിഹേവിയറും അല്ലെങ്കിൽ അവർ ഈ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കാത്തതും അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാത്തതും
വീട്ടിൽ ജോലി മാത്രം നോക്കി അവരെ ഇങ്ങനെ ഇരുത്തുന്നതൊക്കെ ആ അഗ്രസീവായിട്ടുള്ളൊരു നേച്ചറിനൊക്കെ എതിരായിട്ട് ഈ സ്ത്രീകളുടെ ബ്രെയിൻ പവർ ഡിഫീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ ഈ ലേഡി ലാൻഡിൽ വെച്ച് നടക്കുന്നതായിട്ടാണ് ആ സ്റ്റോറിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നീട് ഈ സ്റ്റോറി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലേഡി ലാൻഡിൽ സിസ്റ്റർ സാറയുടെ കൂടെ ഈ സുൽത്താന എന്ന് പറയുന്ന ഇവരുടെ ഇമാജിനറി ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നു, അയ്യോ ജസ്റ്റ് ഞാനൊരു ഡ്രീം കണ്ടതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ലേഡി ലാൻഡ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി വേൾഡ്, അവർക്ക് സ്വന്തം ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ഇമാജിനറി വേൾഡ് അവരുടെ സ്റ്റോറിയിൽ കൊണ്ടുവന്നത്. As you can see, Rokia Sakhawat Hossain was dreaming of women flying planes and cars even before girls were being allowed to go to school. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഇവർ സ്ത്രീകൾ പുതിയ പുതിയ ഇൻവെൻഷൻസ് നടത്തുന്നത്, അതുപോലെ പ്ലെയിനും കാറും ഒക്കെ ഓടിക്കുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കണ്ടല്ലേ. ആ സമയത്ത് പെൺകുട്ടികളെ സ്കൂളിൽ പോലും വിടുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും ഇവർ ഇത്രയധികം ഡ്രീംസ് ഒക്കെയാണ് കണ്ടത്. This was the way in which education and learning had changed Rokia's own life. Rokia did not stop at getting education just for herself. Her education gave her the power not only to dream and write, but also to do more, to help other girls go to school and to build their own dreams. അപ്പോൾ ഇവർക്ക് വളരെയധികം മനസ്സിലായി എന്തുമാത്രം വിഷമമാണ് ആ കാലത്തുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അവർക്കൊരു എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല, എഴുതാനോ വായിക്കാനോ അറിയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ഈ റോക്കിയ അവർ ഗേൾസിനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്രീംസ്, സ്ത്രീകളും ഡ്രീംസ് കാണണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ആ ഡ്രീംസ് എല്ലാവരും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇൻ 1910 ഷീ സ്റ്റാർട്ടഡ് എ സ്കൂൾ ഫോർ ഗേൾസ് ഇൻ കൊൽക്കത്ത ആൻഡ് ടു ദിസ് ഡേ ദ സ്കൂൾ ഈസ് സ്റ്റിൽ ഫങ്ഷനിങ്. അങ്ങനെ 1910 എന്ന് പറയുന്ന ആ ഒരു വർഷമാണ് അവർ ഗേൾസിന് വേണ്ടിയിട്ട് കൊൽക്കത്തയിൽ ഒരു സ്കൂൾ തുടങ്ങിയത്. ആ സ്കൂൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗേൾസിനും ഡ്രീം വേണം, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ ഗേൾസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒക്കെ ഡ്രീമിൻ്റെ കൂടെ നിന്ന് ഒരു സ്ത്രീയാണ് റോക്കിയ സഖാവത്ത് ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ഇപ്പം 3 സ്റ്റോറിയോളം പഠിച്ചല്ലേ. ഫസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് എൻജിൻ ഡ്രൈവറുടെ വിമൻ എൻജിൻ ഡ്രൈവറുടെ കാര്യം പഠിച്ചു. പിന്നീട് അതിന് ശേഷം ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി എഴുതിയ ഇന്ത്യൻ വുമൻ്റെ കാര്യം പഠിച്ചു. പിന്നീട് ഈ ഗേൾസിന് വേണ്ടിയിട്ടൊരു സ്കൂൾ കൊൽക്കത്തയിൽ നിർമ്മിച്ചു കൊടുത്ത റോക്കിയ സഖാവത്ത് ഹുസൈൻ്റെ കാര്യവും പഠിച്ചു അല്ലേ. ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്തതെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ തരുന്നത്. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്ത്രീകൾ കഷ്ടപ്പെടുന്നു ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ കാണാം. Schooling and education today. Today both boys and girls attend school in large numbers. Yet as we will see, there still remain differences between the education of boys and girls. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ എഡ്യൂക്കേഷൻ്റെ പേരിൽ അധികം പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണാറില്ല അല്ലേ. അതായത് ഇവിടെ നമ്മൾ കുറച്ച് പേരുടെ സ്റ്റോറി പഠിച്ചതിനകത്ത് ഈ ഋഷിസുന്ദരി ദേവിയും അതുപോലെ തന്നെ നമ്മുടെ ആ റോക്കിയ സഖാവത്ത് ഹുസൈൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച പോലെ എഡ്യൂക്കേഷൻ വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു സ്ത്രീകൾക്കല്ലേ. ആരും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇന്നത്തെ കാലത്തില്ല. ഇന്നത്തെ കാലത്ത് ബോത്ത് ബോയ്സും ഗേൾസും സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ബോയ്സിനും ഗേൾസിനും കൊടുക്കുന്ന എഡ്യൂക്കേഷനിൽ എവിടെയൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ എഡ്യൂക്കേഷനിൽ എവിടെയോ ഡിഫറൻസ് ഉണ്ട്. India has a census every 10 years which counts the whole population of the country. It also gathers detailed information about the people living in India, their age, schooling, what work they do and so on. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ആൾ വരും. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലഘട്ടമായി കാണത്തില്ല, ആ 10 വർഷമായി കാണത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെൻസസ് എടുക്കാനായിട്ട് ആൾക്കാർ വരുമ്പം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്നും അതുപോലെ അവരുടെ വയസ്സ്, അവരുടെ ജോലി, ഇൻ കേസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഏത് ഇയറിലാണ് പഠിക്കുന്നതെന്നും ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കും. ഇത് ഒരു 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് എടുക്കുന്നത്.
We use this information to measure many things like the number of literate people and the ratio of men and women. ഈ കാര്യങ്ങൾ, അതായത് സെൻസസിൽ നിന്ന് കിട്ടുന്ന ഈ ഇൻഫർമേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ലിറ്ററേറ്റ് അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റേഷ്യോ എത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. According to the 1961 census, about 40% of all boys and men were literate compared to just 15% of all girls and women. അപ്പോൾ 1961 സെൻസസ് പ്രകാരം ഓൾമോസ്റ്റ് 40% ഓഫ് ബോയ്സും ലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് 15% ഓഫ് ഗേൾസിനെയും വുമനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം. In the most recent census of 2011, these figures have grown to 82% for boys and men and 65% of girls and women. അപ്പം 2011 എടുത്ത സെൻസസ് പ്രകാരം 82% ബോയ്സ് അല്ലെങ്കിൽ പുരുഷന്മാരും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററേറ്റഡ് ആണ്, 65% ഓഫ് ഗേൾസും വിമനും ലിറ്ററേറ്റഡ് ആണ്. Okay, this means that the proportion of both men and women who are now able to read and have at least some amount of schooling has increased. അപ്പോൾ 1961 2011 കൂടെ ആ ഒരു സെൻസസിൻ്റെ ഇൻഫർമേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ലിറ്ററസി റേറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അല്ലേ. But as you can also see, the percentage of the male group is still higher than the female group. The gap has not gone away. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ബോയ്സിനും ഗേൾസിനും തമ്മിലുള്ള ആ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇന്ന് വരെ മാറിയിട്ടില്ല. ഹൗവർ എഡ്യൂക്കേഷൻ കൂടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് ബോയ്സിനും ഗേൾസിനും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ആ എഡ്യൂക്കേഷനിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന്. Here is a table that shows the percentage of girls and boys who leave schools from different social groups including scheduled caste and scheduled tribe. അപ്പോൾ ഇവിടെ ഓരോ ഇയറിൽ ഗേൾസും ബോയ്സും ഈ ക്ലാസ്സുകളിൽ നിന്ന്, അതായത് പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൻ്റെ ആ ഒരു പെർസെൻറ്റേജാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക.